ഇത്? അത് സച്ചിയെ പറ്റിക്കാൻ വേണ്ടി സമ്മാനം കൊടുക്കാൻ വെച്ചതാ. അപ്പൊ ഈ കുട്ടികൾ ആരും എടുത്ത് ഓടിയപ്പോ അറിയാതെ സോറി സാർ. അതെന്തായാലും നന്നായി. കല്യാണമാകുമ്പോ അങ്ങനെയും ചില കുസൃതികൾ നല്ലതാ. എന്തായാലും ഞാൻ നിന്നെ കാണാനിരിക്കായിരുന്നു. വാ, ഒന്ന് നടന്നിട്ട് വരാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഈ കല്യാണം മുടക്കും. അതിന് ചോര വീഴ്ത്തിയിട്ടാണെങ്കിൽ അങ്ങനെ വെച്ചോ. അളിയ, വണ്ടി ഒന്ന് നിർത്തിയേ. എന്താടാ? ചവിട്ട്. എന്താടാ? ഞാനേ ആ വാസുവേട്ടനെയും പിള്ളേരെയും കൂട്ടി വരാം. അവന്മാരായതുകൊണ്ടേ കുറച്ച് ആള് വേണ്ടി വരും. അതെ, ഈ വട്ടം ഒന്നും തെറ്റിക്കൂടാ. ഓ, നീ വിട്ടോ. അലിയും കണ്ണനും കൂട്ടി ഞാനങ്ങ് എത്തിക്കോളാം. പിന്നെ അവിടെ പോയി അടി വാങ്ങാൻ നിൽക്കുമല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ. സച്ചേട്ടാ, എന്തുപറ്റി ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഞാൻ വെറുതെ. ഞാനാരാണെന്ന് മനസ്സിലായോ? എനിക്ക് പരിചയം വരുന്നേ ഉള്ളൂ എല്ലാരെയും. ഇത്രയും ഫേമസ് ആയ എന്നെ മനസ്സിലായില്ല അല്ലേ? ആ, ഞാനാണ് പെണ്ണിന്റെ ഒരേ ഒരു അനിയത്തി ആതിര. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരും ആരെയും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. ഈ മസിൽ പിടുത്തമൊക്കെ വേഗം ഒഴിവാക്കിക്കോ. എന്റെ ചേച്ചിയെ നന്നായി നോക്കാനുള്ളതാ. സോറി കേട്ടോ, ഞാനൊരു ചീത്ത കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞു നോക്കിയതാ. ഇതിപ്പോ എന്റെ ചേച്ചിയെ പോലെ ഏട്ടനും ഒരു പഞ്ചഭാവമാണല്ലോ. നിങ്ങൾ തമ്മിൽ നല്ല ഉഗ്രൻ ജോഡിയായിരിക്കും. അതെ, നിന്ന് വിയർക്കണ്ട. ജാതകത്തിന്റെ കാര്യം പറഞ്ഞ് ചേച്ചിയെ കോട്ടേജിൽ ലോക്കാക്കിയേക്കുവാ. അതുകൊണ്ട് കാണലും സംസാരിക്കലൊക്കെ നടക്കാൻ ചാൻസ് കുറവാ. ബട്ട് ഡോണ്ട് വെറി മാൻ, ശാസ്ത്രത്തിൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ. ചേച്ചിയുടെ നമ്പർ ഞാൻ തരാം, വിളിച്ച് സംസാരിക്കേ. സത്യത്തിൽ ഒരുപാട് സന്തോഷമുള്ള സമയമാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനെന്തോ തെറ്റ് ചെയ്യാണെന്നുള്ള പേടിയുണ്ടോ. അവനെ ഞാൻ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ. ഏയ്, അങ്ങനൊന്നുമില്ല ചാ. അവന് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധം തന്നെയാ ഇത്. ഈ വിവാഹം കൊണ്ട് അവന് നല്ലത് മാത്രമേ ഉണ്ടാവൂ. ആ പെൺകുട്ടിയെ അടുത്തറിഞ്ഞപ്പോ എനിക്കും അങ്ങനെ തോന്നി. മോനറിയാലോ, എന്റെ മൂത്ത മകൻ നന്ദൻ പോയതിനു ശേഷം ഞാനെല്ലാം പേടിയോടെ നോക്കി കാണാൻ തുടങ്ങിയത്. എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് ആയപ്പോഴും എന്റെ കണ്ണടയുന്നതിന് മുമ്പ് സച്ചിയിലൂടെ ഈ കുടുംബത്തിന്റെ തുടർച്ച കാണണമെന്ന സ്വാർത്ഥതയാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അത് കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴേണ്ട അവസ്ഥ വരുമോ എന്നത് എന്നെ ഇപ്പോൾ വല്ലാതെ വേട്ടയാടുന്നു. പണ്ടൊക്കെ മനസ്സിന് ഭാരം വരുമ്പോ അതെല്ലാം ഞാൻ ഇറക്കി വെക്കുന്നത് നിന്റെ അച്ഛൻ്റെ അടുത്താ. ഇതിപ്പോ നിന്റെ അടുത്തായി. അതിനെന്താച്ചാ, തിരിച്ച് ഞാൻ അങ്ങനെ തന്നെയാ കാണുന്നത്. എന്റെ വാക്കുകൾ അച്ഛനും വിശ്വസിക്കാം. ഈ വിവാഹം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടക്കും. ഇതിന്റെ പേരില് അച്ഛൻ ഒരു കാലത്തും പശ്ചാത്തപിക്കേണ്ടി വരില്ല. ഇത് സഞ്ജുവിന്റെ ഉറപ്പാ. അച്ഛൻ എന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. ലക്ഷ്മിയെപ്പറ്റി അവനോട് തുറന്നു പറയാൻ പോലും പറ്റാതെ ശ്വാസം മുട്ടിയാ ഞാൻ കഴിഞ്ഞിരുന്ന. അതുകൊണ്ട് തന്നെ അവന്റെ വിവാഹം പെട്ടെന്ന് നടന്നു കാണാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. ഇതൊക്കെ കേട്ടപ്പോ നിനക്കെന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ?
എന്റെ പൊന്നളിയ, നിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ സ്വർഗത്തിലാണല്ലോ എന്നോർത്ത് ചിരിച്ചതാ. ഇത് എന്തൊക്കെയാടാ നീയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്? പണ്ടത്തെ പ്രിയദർശൻ പടം പോലത്തെ അവസ്ഥയാണല്ലോടാ. നിനക്ക് ഇത് ഇത്ര വലിയ തമാശയാണോ? കാര്യം കുറെ തമാശ പറഞ്ഞ് ചിരിച്ചെങ്കിലും ഈ കല്യാണത്തിന്റെ കാര്യത്തില് നീ ചിന്തിച്ചതാ ശരി. അർച്ചന അവന് കിട്ടാവുന്ന ഏറ്റവും നല്ല പെൺകുട്ടിയാ. ഹലോ അർച്ചന, ഞാൻ സച്ചിയ. ഹലോ. പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. മനസ്സ് നിറയെ മറ്റൊരു പെൺകുട്ടിയെ വെച്ചാണ് ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം എന്റെ അച്ഛനെ സന്തോഷിപ്പിക്കാനും ഹലോ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും മാത്രമുള്ള ഒരു വഴിയാണ്. റേഞ്ചില്ലേ? അതിനപ്പുറം ഒരു ബന്ധവും ഒരു കാലത്തും നമുക്കിടയിൽ ഉണ്ടാവില്ല. ഹലോ ഹലോ. ആ പറഞ്ഞോളൂ. എന്നെ പോലെ ഒരാളെക്കാൾ നല്ലൊരു ബന്ധം അർച്ചനയ്ക്ക് കിട്ടും. അതെനിക്ക് ഉറപ്പാ. എന്തെങ്കിലും എതിർപ്പുകൾ തോന്നിയാ ഇപ്പോഴാണെങ്കിലും ഇനി വിവാഹത്തിന് ശേഷമാണെങ്കിലും തനിക്ക് തീരുമാനിക്കാം. തന്റെ ജീവിതം ചൂസ് ചെയ്യാനുള്ള അധികാരം തനിക്ക് തന്നെയായിരിക്കും. എടാ, ഇവൻ നമുക്ക് കൂടി അടി വാങ്ങി തരും മിക്കവാറും. ഹലോ, ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നില്ലേ? ഞാൻ എഴുതിയ കത്ത് കിട്ടിയായിരുന്നോ? കിട്ടി. അതുകൊണ്ട് കൂടിയാ ഇതെല്ലാം പറയാൻ ഞാൻ തീരുമാനിച്ചത്. എന്നാ അതിലെഴുതിയ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് സമ്മതമാണ്. എന്റെ ജീവിതത്തിൽ ഇനി ഒരാളെ ഉണ്ടാവും. അത് സച്ചേട്ടനാ. ഹലോ 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 ഹലോ. ഓഫായി. നീ എന്ത് പണിയാടാ ഈ കാണിച്ച? ഇതൊക്കെ അവളോട് വിളിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എല്ലാം തീരുമാനമായിട്ടുണ്ടാവും അല്ലേ? അവൾ എന്താ പറഞ്ഞേ? എടാ, അവക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണെന്ന്. എടാ സച്ചി, അങ്ങനെ നിന്റെ അവസാനത്തെ ഡിമാൻഡ് നടന്നിരിക്കുക. ഇനി വല്ല മുടക്കം പറഞ്ഞ നിന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും. അപ്പോ ഇനി ഒരു തടസ്സവും വരാനില്ല. നീ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അമ്മേ. നാളെ ഞാൻ വേറൊരു വീട്ടിലേക്ക് പോവാണെന്ന്. ഞാൻ നല്ലൊരു ഭാര്യയും മരുമകളും ഒക്കെ ആവുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നല്ലാതെ. എന്റെ മോള് ആരും കൊതിക്കുന്ന ഒരു മരുമകളും ഭാര്യയും ഒക്കെ ആവും. പിന്നൊരമ്മയും. അല്ലമ്മേ? അതും ഒന്നല്ല, ഒരുപാട് കുട്ടികൾ, ഒരു മുറ്റം നിറയെ കുട്ടികൾ. നല്ല രസമായിരിക്കും. അതേ മോളെ, നീ എന്നും സന്തോഷവതിയായിരിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കും നിന്നെ. അയ്യേ, അമ്മ കരയല്ലേ? ഞാൻ അമ്മയെ വിട്ടുപോകുന്ന ഓർത്തിട്ടാണോ? ഞാൻ എവിടെ പോവാനാ അമ്മ? എനിക്കിങ്ങനെ എന്റെ സ്വപ്നങ്ങൾ പറയാനും കരയാനും കെട്ടിപ്പിടിക്കാനും എന്റെ അമ്മയല്ലാതെ ആരാ ഉള്ളത്? ഞാൻ വരും.
അമ്മ ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയുടെ തൊട്ടടുത്ത് ഞാനുണ്ടാവും. ഉറപ്പ്. ഞാനും കരയും. എന്റെ ഉള്ളിലെ വേദന ഞാൻ നിന്നെ എങ്ങനെ അറിയിക്കുമ്പോൾ ഞങ്ങള് ശരിക്കും പരിചയപ്പെട്ടില്ലല്ലോ. അതാ വന്നത്. അർച്ചനെപ്പറ്റി അധികമൊന്നും മനസ്സിലാക്കാൻ മോന് പറ്റിയിട്ടുണ്ടാവില്ല എന്നറിയാം. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ഉപദ്രവവും വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളാ ഞങ്ങളുടെ മോള്. നിറയെ സ്വപ്നങ്ങൾ അവക്കുണ്ടെങ്കിലും ഒരിക്കലും അത് മോന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ട് അവളത് പ്രകടിപ്പിക്കില്ല. മോന് മെല്ലെ മെല്ലെ അവളെ മനസ്സിലാവും. ഒരു റിട്ടയർഡ് അധ്യാപകന്റെ പരിമിതിയിൽ നിന്ന് മക്കളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തിക്കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം പ്രതീക്ഷകളില്ല ജീവിക്കാൻ അവർക്കും ശീലമായി. മോൻ കൊടുക്കുന്ന ചെറിയ സന്തോഷങ്ങൾ വരെ അവൾക്ക് ധാരാളമാവും. എന്തെങ്കിലും തെറ്റ് അവളുടെ ഭാഗത്തുനിന്ന് വന്നാ മോനതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവളത് തിരുത്തിക്കോളും. കമലേ, നീ എങ്ങോട്ടാ? നീ മാറ്. നീ ഇനി എന്തിനുള്ള പുറപ്പാടാ? പുതുതായി എന്ത് പ്രശ്നം ഇപ്പൊ ഉണ്ടായേ? സജീവ്, നീ എന്തായാലും പറഞ്ഞിട്ട് പോയാ മതി. എന്താ എന്റെ പ്രശ്നം? എനിക്ക് അർച്ചനെ കാണണം. എന്തിന്? നീ ഒന്ന് മാറിയേ, എനിക്ക് പോണം. എടാ സജീവ്, എടാ സഞ്ജു, എല്ലാം നമ്മൾ പറഞ്ഞു. എടാ എല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തല്ലേ, ഇനിയിപ്പോ എന്താ? നീ പറഞ്ഞതിനൊക്കെ അവള് സമ്മതം പറഞ്ഞല്ലോ. എടാ ഇതിൽ കൂടുതൽ അവളെ പറഞ്ഞ് ദ്രോഹിക്കുന്നത് തെറ്റാ. നിനക്ക് മനസ്സിലാവില്ല എന്റെ അവസ്ഥ. ഓരോ നിമിഷവും എന്റെ കുറ്റബോധം കൂടിക്കൂടി വരിക. എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടക്കുന്നതെന്നും അവളെ ഒരിക്കലും ഒരു ഭാര്യയായി കാണാൻ പറ്റില്ലെന്നും അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. ഈ കല്യാണം നടക്കണമെങ്കിൽ എനിക്കത് ചെയ്തേ മതിയാവൂ. എന്നിട്ട് എന്തിനാ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്താന്നല്ലാതെ എന്ത് ഗുണമാണ് നിനക്ക് ഇങ്ങനെ ചെയ്യുന്നോണ്ട് കിട്ടുക? ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളെങ്കിലും പൂർണ്ണ മനസ്സോടെ ആസ്വദിക്കാൻ അവൾക്ക് അവസരം കൊടുത്തൂടെ? നീ ഇനി ഒന്നും പറയണ്ട. എന്ത് വന്നാലും ശരി, എനിക്ക് അവളെ ഇപ്പൊ കണ്ടേ പറ്റൂ. എടാ സച്ചി, എടാ സച്ചി, നിക്കണം. അനൂപേട്ടൻ, അനൂപേട്ട, നിങ്ങൾ എങ്ങോട്ടാ ഈ വാലിന് തീ പിടിച്ച പോലെ പോകുന്നേ? തീ പിടിച്ചിരിക്കുന്ന എന്റെ തലയില. എന്റെ പേടിയൊന്നും വെറുതെ ആയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കിപ്പോ എന്റെ അനിയത്തി കാണണം. ഇപ്പോ ഈ നിമിഷം ഈ കല്യാണം നിർത്തിവെക്കണം. നിങ്ങൾക്ക് എന്താ നട്ടപ്രാന്തായോ? ഇതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? ഇനി ഇങ്ങനെ നിന്ന് എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. ഞാൻ പോയി അവളെ കാണട്ടെ. എന്തിനാ ഈ പേക്കൂത്ത് കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ ഈ കാണിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഭവിഷ്യത്തിനെ പറ്റി വല്ല ധാരണയുണ്ടോ? സ്വന്തം പെങ്ങളുടെ വിവാഹം മുടക്കി അതുവഴി അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അവളെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പയ്യന്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് അയച്ചാലാണോ എനിക്ക് സന്തോഷവും സമാധാനം കിട്ടുന്നത്?
അവളുടെ ജീവിതം ആരും ശ്രദ്ധിക്കാനില്ലാതെ നരയിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ, ഈ ചെവി കൊണ്ട് കേട്ടതാ. അവന്റെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ് ഈ കല്യാണമെന്ന്. ഒരു ഭാര്യ എന്ന സ്ഥാനം ഒരിക്കലും എന്റെ അനിയത്തിക്ക് കൊടുക്കില്ലെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ അവളെ അവന്റെ കൂടെ പറഞ്ഞു വിടണോ? അതിന് മാത്രം ഗതികേട് എനിക്ക് വന്നിട്ടില്ല. അതെ, നിങ്ങൾ ഇപ്പൊ എടുത്തു ചാടി ഈ വിവാഹം മുടക്കിയ അവക്ക് നല്ലൊരു ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ? ദേ, നമ്മുടെ നാട്ടുകാര് കല്യാണം മുടങ്ങിയതിനെ പറ്റി 1000 കഥകൾ ഉണ്ടാക്കും. അവള് വീട്ടിൽ തന്നെ നിന്നു പോവും. എന്റെ പെങ്ങൾ വീട്ടിൽ തന്നെ നിന്ന് പോയാലും സാരമില്ല. അവള് വേണ്ടെന്ന് പറഞ്ഞ ഈ കല്യാണം ഇവിടെ ഇപ്പൊ നിൽക്കും. മാറങ്ങോട്ട്. അനുപേട്ട, അനുപേട്ട അവിടെ നിൽക്കേ. എല്ലാവരുടെയും സന്തോഷങ്ങൾ ഇല്ലാതാക്കി ഈ സത്യങ്ങൾ ഞാൻ എങ്ങനെ പറയും? സച്ചി, എടാ, ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മനുഷ്യർ പലപ്പോഴും നിസ്സഹായരാ. ചിലത് മനുഷ്യൻ തീരുമാനിക്കും, ചിലത് ദൈവം കൂട്ടിവെക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നിനക്ക് വേണ്ടി ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നതാ അർച്ചനയെ. അതെ, ഇനി നീ വിചാരിച്ചാൽ പോലും ഈ വിവാഹം മാറ്റിവെക്കാനോ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയില്ല. നിന്നെ പറ്റിക്കാനോ മനഃപൂർവ്വം അപകടത്തിൽ ചാടിക്കാനാണോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇനിയും നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. എടാ, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് ഒരുറപ്പുമില്ല. ആ വിഷമത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേറെ ആരെക്കുറിച്ചാണെങ്കിലും മനസ്സിൽ ഒരു നിമിഷത്തെയെങ്കിലും സംശയം ചിലപ്പോൾ എനിക്കുണ്ടാവും. പക്ഷേ നിങ്ങൾ രണ്ടാളെയും പറ്റി അങ്ങനെ ഓർക്കാൻ കൂടി എനിക്ക് കഴിയില്ലടാ. കീഴ്ക്കാട്ടുശ്ശേരി മഹാദേവൻ തിരുമേനിയല്ലേ? അല്ലല്ലോ.